For non-empty sets capital A comma capital B, a function or mapping function from A to B is a relation from A to B in which every element of A appears exactly once as the first component of an ordered pair in the relation. അതായത് എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് വെച്ചാൽ എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണ്. എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആവൂല. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ എവരി എലമെന്റ് ഓഫ് എ അപ്പിയേഴ്സ് exactly once as the first component of an ordered pair in the relation. റിലേഷനിലെ എയിലെ എല്ലാ എലമെന്റ്സും ഒരു പ്രാവശ്യം മാത്രം ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് വരണം. എക്സാക്ട്ലി ഒരു പ്രാവശ്യം മാത്രം. We write f of A is equal to B when the ordered pair AB is when the ordered pair AB is in the function f. For ordered pair AB element of F, then B is called image of A under F. B is called image of A under F. AB എന്ന ഓർഡർഡ് പെയർ F എന്ന റിലേഷൻ ഉണ്ടെങ്കിൽ B നെ A ന്റെ ഇമേജ് എന്ന് പറയാം. A നെ എന്ത് വിളിക്കും? പ്രീ ഇമേജ് ഓഫ് B എന്ന് വിളിക്കും അല്ലേ? Where small a is called pre-image of A, pre-image of B under F. For example, let A is equal to A എന്ന സെറ്റ് 1 2 3, B എന്ന സെറ്റ് W X Y Z 10. Then F is equal to ordered pair 1 W, ordered pair 2X, ordered pair 3X. ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇതൊരു ഫംഗ്ഷൻ അല്ലേ? എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും ഒരേ ഒരു പ്രാവശ്യമല്ലേ ഓർഡർഡ് പെയറിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് വന്നിട്ടുള്ളൂ എഫിനകത്ത്. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലേ? എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. ആർക്കും തന്നെ ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ലല്ലോ. അതുകൊണ്ട് ഈ എഫ് എന്ന റിലേഷൻ ഫംഗ്ഷൻ ആണ്. ബട്ട് R1 is equal to 1W 2X. ഇത് ഫംഗ്ഷൻ ആണോ? 1നും 2നും മാത്രമേ ഇമേജ് ഉള്ളൂ, 3ന് ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല? Is a relation but not a function. It's a relation but not a function. Not a function from A to B. അല്ലേ? ആക്ച്വലി ശ്രദ്ധിക്കാം, ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെഷീനെ പോലെ ആയിരിക്കുന്നത്. എങ്ങനെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു മെഷീനെ പോലെ ആയിരിക്കുന്നത്. ഒരു ഇൻപുട്ട് സ്ഥലമുണ്ട്, ഒരു ഔട്ട്പുട്ട് സ്ഥലമുണ്ട് അല്ലേ? അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഒരാൾക്ക് ഒരു പ്രാവശ്യം കൊടുക്കാൻ അവകാശമുള്ളൂ.
അല്ലെങ്കിൽ ഒരു പ്രാവശ്യം 5 പ്രാവശ്യം കൊടുത്തു നോക്കും, പക്ഷെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. 5 എന്ന ഇൻപുട്ട് കൊടുത്താൽ ഔട്ട്പുട്ട് ആദ്യത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ എക്സ് ആണ് ഔട്ട്പുട്ട് വരുന്നുവെങ്കിൽ 5 എപ്പോൾ കൊടുത്താലും ഔട്ട്പുട്ട് എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു മെഷീനെ പോലെ ആക്ട് ചെയ്യുന്നു വിചാരിച്ചാൽ മതി. ഇവിടെ ഈ ഫംഗ്ഷനിലാണ്, ഇപ്പൊ ഇവിടെ എഫ് എന്ന ഫംഗ്ഷൻ ആണ് ഇത് എഫ് എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇവിടെ 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് വരും? 1 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഡബ്ല്യു ആയിരിക്കും, കണ്ടല്ലേ? 2 ഇൻപുട്ട് ആകുമ്പോൾ 2x ആണ്. 2 ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എക്സ് ആണ്. 3 ഇൻപുട്ട് കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് എക്സ് ആണ്. ഫംഗ്ഷൻ വെച്ചാൽ മെഷീനെ പോലെ ഇരിക്കുന്നതാണ്. ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കിട്ടാനും പ്രത്യേക സ്ഥലങ്ങളുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് എയിൽ നിന്നാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ എയിനെ നമ്മൾ ഡൊമൈൻ എന്നും, എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് അതിനെ കോഡൊമൈൻ എന്നും വിളിക്കും. ഡെഫിനിഷൻ ആയിട്ട് for the function f from a to b, then a is called the domain of f. A is called the domain of f and b is the codomain of f. B is the codomain of f. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷന്റെ പ്രത്യേകത 1 2 3 എ എന്ന ഡൊമൈൻ. കോഡൊമൈനിൽ ഇവിടെ വരുന്ന എലമെന്റ്സ് ആരാ? ഡബ്ല്യു എക്സ് വൈ സെറ്റ്. പക്ഷെ ഇവിടെ ഡബ്ല്യുവിന് പ്രീ ഇമേജ് 1 ആണ്, എക്സിന് പ്രീ ഇമേജ് 2 ഉണ്ട്, എക്സിന് പ്രീ ഇമേജ് 3 ഉണ്ട്. വൈനും ഇസറ്റിനും ഇവിടെ ഈ ഫംഗ്ഷനിൽ പ്രീ ഇമേജ് ഇല്ല. അപ്പോ ഇമേജ് ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെ മാത്രമാണ്? ഇമേജ് ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെ മാത്രമാണ്? ഡബ്ല്യു എക്സും മാത്രമേ ഇമേജ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി രണ്ടുപേരും ഇമേജ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഇമേജ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ കളക്ഷൻ നമ്മൾ റേഞ്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷനിൽ ഡബ്ല്യുവും എക്സും മാത്രമാണ് റേഞ്ച്, വൈയും സെറ്റും റേഞ്ച് സെറ്റിൽ ഇല്ല, അല്ലെ? ഇപ്പൊ റേഞ്ച് എന്ന് വെച്ചാല് റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ the subset of B consisting of those elements that appear as second components in the ordered pairs of f. In the ordered pairs of f is called the range of f. And is denoted by f of a എന്നോ or range of f എന്നോ പറയാം. അപ്പോ ആണെങ്കിൽ from the above example നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ ബിയിൽ എലമെന്റ്സ് ആണ്, അല്ലെ? സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് വരുന്ന ഫംഗ്ഷനകത്ത് സെക്കൻഡ് കമ്പോണന്റ് ആയിട്ട് വരുന്ന ബിയിൽ എലമെന്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
റേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോർ ദ എബോവ് എക്സാമ്പിൾ what is the range set? The range of f is f of a is equal to അവിടെ ആരൊക്കെ ഉള്ളൂ തൊട്ട് മുമ്പുള്ള എക്സാമ്പിളിൽ അല്ലേ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ w ഉണ്ട് എക്സും ഉണ്ട്, വേറെ ആരുമില്ല അല്ലേ. ഇപ്പോൾ റേഞ്ചില് ഡബ്ല്യുവും എക്സും മാത്രമേ വരുള്ളൂ. ഡബ്ല്യുവും എക്സും മാത്രമേ വരുള്ളൂ. ശരിയല്ലേ. ഇവിടെ ഇത് എയും ഇവിടെ ബിയും ആണെങ്കിൽ എ ഫുൾ ആയിട്ട് ഡൊമൈൻ ആയിരിക്കും, ബി ഫുൾ ആയിട്ട് കോഡൊമൈൻ ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് എഫ് എന്ന ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞത് ഒരു പക്ഷേ എല്ലായിടത്തും ഉണ്ടാവില്ല അല്ലേ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ പകുതി ഇത്രയും ഉണ്ടാവുള്ളായിരിക്കും. ബാക്കി സ്ഥലങ്ങളിൽ ഈ എക്സാമ്പിളിൽ ചിലപ്പോൾ ഒരു പക്ഷേ എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞങ്ങ് വരും അല്ലേ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നപ്പോൾ പറഞ്ഞു ഫ്ലോർ ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ f from the set of all real numbers ആണ്. set of all real numbers and set of all integers ലേക്ക് by f of x. റിയൽ നമ്പേഴ്സിനാണ് ഈ ക്യാപിറ്റൽ ആർ കൊണ്ടും ഇന്റിജർ സെറ്റിനാണ് ക്യാപിറ്റൽ z കൊണ്ടും നോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇങ്ങനെ എടുക്കുക. Is the greatest integer less than or equal to x? Is equal to the greatest integer less than or equal to x. അത് എക്സിനെക്കാളും ചെറുതോ ഈക്വൽ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിജർ ആണ്. So that is f of 1.2. f of 1.2 എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. f of 3.8 അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.8. 3.8നേക്കാളും ചെറിയ ഏറ്റവും വലിയ ഇന്റിജർ 3 ആണ് അല്ലേ. അപ്പോ f of 7.1 എത്രയാ? 7.1ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പാർട്ട് 7 ആണ് അല്ലേ. f of 8.2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പാർട്ട് 8 ആണ്. f of 7.1 plus 8.2 is equal to f of 15.3 അല്ലേ. അതെത്ര വരും? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 15.3. 15.3 ഒരു റിയൽ നമ്പർ ആണ്. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 15 ആണ്. അപ്പോൾ അത് f of 7.1 പ്ലസ് f of 8.2 ആണ് അല്ലേ. f of 7.1 plus 8.2 is f of 7.1 plus f of 8.2. ഈ കേസിൽ പക്ഷേ f of 7.7 f of 7.7 എത്രയാ? 7.7ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പാർട്ട് 7 ആണ്. f of 8.8 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ പാർട്ട് 8 ആണ്. പക്ഷേ f of 7.7 plus 8.8 അത് f of 16.5 ആണ് അല്ലേ.
16.5 ആകുമ്പോൾ അത് 16 വരും. ഇത് നോട്ട് ഈക്വൽ ടു 7 പ്ലസ് 8 ആണ് അല്ലേ? അതായത് എഫ് ഓഫ് 7.7 പ്ലസ് എഫ് ഓഫ് 8.8 അല്ല എന്ത് വന്നിരിക്കുന്നത്, എഫ് ഓഫ് നേരത്തെ അത് വന്നായിരുന്നു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. നമ്പർ 2, നേരത്തെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഫോർക്ക് ഫംഗ്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് സീലിംഗ് ഫംഗ്ഷൻ. സീലിംഗ് ഫംഗ്ഷൻ സീലിംഗ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് this function is defined by g from നേരത്തെ g from r to z തന്നെയാണ്, റിയൽ നമ്പേഴ്സിൽ നിന്ന് ഇന്റിജേഴ്സിൽ തന്നെ, ബൈ g of x ഈക്വൽ ടു അങ്ങനെ മുകളിലാണ് സീലിംഗ് the least integer greater than or equal to x. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ്. ഇവിടെ ലീസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് പറഞ്ഞത് അല്ലേ? ലീസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് പറഞ്ഞത്. എക്സിനേക്കാൾ ചെറുതായിട്ടുള്ള 1.2 എന്നാൽ 1.2വിനേക്കാളും ചെറുതായിട്ടുള്ള ഇന്റിജേഴ്സ് 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലുത് 1 ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ the least integer greater than or equal to x. The least integer greater than or equal to x. ഇവിടെ നമ്മൾ g of 1.2 പറയുമ്പോൾ സീലിംഗ് ഓഫ് 1.2 എന്ന് വെച്ചാൽ 1.2വിനേക്കാളും വലിയ ഇന്റിജേഴ്സ് ആരൊക്കെ? 2, 3, 4, 5 അങ്ങനെ കൂടി പോകും. ഇതിൽ ചെറുതാരാ? 2. അതാ പറഞ്ഞു. ഇവിടെ g of 3 എന്ന് വെച്ചാൽ അവിടെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ഇന്റിജർ ആണല്ലോ, അപ്പൊ 3 തന്നെ വരും. ആൻഡ് g of 3.01 എത്ര? സീലിംഗ് ഓഫ് 3.01 വലിയ ഇന്റിജർ 4 ആണ് അല്ലേ? g of 3.7 വലിയ ഇന്റിജർ 4 ആണ്. 3.01 വന്നാലും 3.7 വന്നാലും 4 തന്നെയാണ് അല്ലേ? g of -3 നമ്മൾ കഴിഞ്ഞതിൽ മൈനസ് വെച്ച് പറഞ്ഞില്ല അല്ലേ? ഇവിടെ മൈനസ് വെച്ച് പറഞ്ഞാലോ? ഇവിടെ f of -3.8 അല്ലേ? -3.8നേക്കാൾ വലുതായിട്ടുള്ള ഇന്റിജർ -3.8നേക്കാളും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിജർ -3.8നേക്കാളും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിജർ -3.8നേക്കാളും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഇന്റിജർ -4 ആണ് അല്ലെ? ശരിയാണോ? ഇവിടെ f of -3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -3 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോ g of 3.78 അല്ലേ? g of -3.01 എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. ലീസ്റ്റ് ഇന്റിജർ ഗ്രേറ്റർ ദാനേക്കാളും
വലുതായിട്ടുള്ളതിൽ ഏറ്റവും ചെറുത് അത് -3 ആണ് അല്ലേ. g of -3.7 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് -3 തന്നെയാണ്. അപ്പൊ ഇത് രണ്ട് ഫംഗ്ഷൻസ് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ, ലീസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സീലിംഗ് ഫംഗ്ഷൻ. ശ്രദ്ധിക്കണം, ഒന്ന് ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും, മറ്റത് ദ ലീസ്റ്റ് ഇന്റിജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സും. ഒരു റിസൾട്ട് ആയിട്ട് let capital A comma capital B are two non-empty sets with number of elements of A, and the number of elements of A is equal to m, and the number of elements of B is equal to n. Then that if A is equal to A1, A2, etc. am, and B is equal to B1, B2, etc. Bn, n elements alle paranikkune. Then a function f from A to B is defined by f is equal to engane irikam ordered pair A1 B1 അല്ലെ. ഞാൻ B1 എലമെന്റ്സിനൊക്കെ എങ്ങനെ എടുക്കുന്നത് x1 A1 x1 A2 x2 A3 x3 A4 x4 ഇങ്ങനെ എടുക്കുന്നു എക്സെട്ര. ലാസ്റ്റ് am xm, അതായത് x1 x2 എന്ന് വെച്ചാൽ ബിയിലെ എലമെന്റ്സിന് പറയും x1 x2 x3 ഇങ്ങനെയാണല്ലോ ഫങ്ഷൻസ് ഇരിക്കുക അല്ലെ. A1 x1 A2 x2, x1 ന്റെ x2 ന്റെ x3 ന്റെ x ഇവിടെ വരുന്ന ആരാ, ഇവിടെ ഇനിയിപ്പോ xm തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ x1 x2 x3 എക്സെട്ര xm ഈ പ്ലേസിൽ വരുന്ന ആൾക്കാരൊക്കെ ബിയിൽ എലമെന്റ്സ് ആണ്. അപ്പോ ഇതൊരു ജനറൽ ആയിട്ടൊരു ഫംഗ്ഷൻ എഴുതിയാണ്. അപ്പൊ നമുക്ക് we can select any of these n elements of B for x1. x1 ന് പകരം ഇതിനകത്തുള്ള ഏത് എലമെന്റ്സിന് വേണം എടുക്കാം. x2 ന് പകരമോ ഇതിനകത്തുള്ള ഏത് എലമെന്റ്സിന് വേണം എടുക്കാം. x3 ന് പകരമോ ഇതിനകത്തുള്ള ഏത് എലമെന്റ്സിന് എടുക്കാം. ഇവിടെ എടുത്ത എലമെന്റ് ഇവിടെ എടുത്തുകൂടാന്നില്ല, ഇവിടെ എടുത്ത എലമെന്റ് തന്നെ ഇവിടെ എടുക്കാം. അപ്പൊ x1 ന് പകരം ബിയിലെ ഏത് എലമെന്റ്സ് വേണോ ചൂസ് ചെയ്യാം, x2 ന് പകരം ബിയിലെ ഏത് എലമെന്റ്സ് വേണോ ചൂസ് ചെയ്യാം, x3 ന് പകരം ബിയിലെ ഏത് എലമെന്റ്സ് വേണോ ചൂസ് ചെയ്യാം, എക്സെട്ര. xm ന് പകരവും ബിയിലെ ഏത് എലമെന്റ്സ് വേണോ ചൂസ് ചെയ്യാം അല്ലെ. we can choose any of the small n elements of B for x1 and then do the same for x2, x3 etc. and continue this process until one of the n elements of B is finally selected for xm. Okay, ഇവിടെ n choice
x1ന്റെ പ്ലേസിൽ n ചോയ്സ് ഉണ്ട്, x2ന്റെ പ്ലേസിൽ n ചോയ്സ് ഉണ്ട്, x3ന്റെ പ്ലേസിൽ n ചോയ്സ് ഉണ്ട്, xmന്റെ പ്ലേസിൽ n ചോയ്സ് ഉണ്ട്. ഇതെല്ലാം ഫംഗ്ഷൻ ആണ് അല്ലെ? അപ്പൊ മൊത്തം എത്ര ചോയ്സ് ഉണ്ട്? ഇവിടെ എത്ര ചോയ്സ് ഉണ്ട്? n. ഇവിടെ n. അപ്പൊ എത്ര ചോയ്സ് ഉണ്ട്? That is, there are x1ന് പകരം m ചോയ്സ്, x2ന് പകരം n ചോയ്സ്, രണ്ടിനും കൂടി ചേർത്ത് n into n, n സ്ക്വയർ ചോയ്സ്. അതുകൊണ്ട് തീരില്ലല്ലോ. x3ന് n ചോയ്സ്, n into n into n, എക്സെട്ര. xmനും n ചോയ്സ്. എത്ര പ്രാവശ്യം വരണുണ്ട് ഇത്? ഇത് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? n into n into n into n, എക്സെപ്റ്റ് എത്ര പ്രാവശ്യം? m ടൈംസ് വരുന്നുണ്ട്. is equal to എത്രയാ? n നെ m ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ n റൈസ് ടു m എന്നല്ലേ? അപ്പോൾ is equal to n റൈസ് ടു m ഫങ്ഷൻസ്, n റൈസ് ടു m ഫങ്ഷൻസ്. ശരിയാണോ? അപ്പൊ ബിയിൽ എത്ര എലമെന്റ് ഉണ്ടോ അതിന് എയിൽ എത്ര എലമെന്റ് ഉണ്ട്? ഇപ്പൊ ശ്രദ്ധിക്കുക, ബിയില് B has n elements and A has m elements. Then there are n raised to m functions. There are n raised to m functions. Alle? Then there are n raised to m. n എന്ന് വെച്ചാൽ number of elements of B. m എന്ന് വെച്ചാൽ number of elements of A. ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ എയിൽ m എലമെന്റ്സും ബിയിൽ n എലമെന്റ്സും ആണെങ്കിൽ a റൈസ് ടു എയിൽ നിന്ന് ബിയിലേക്ക് n റൈസ് ടു m ഫങ്ഷൻസ് ഉണ്ട് അല്ലെ? ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇഫ് a set a is equal to 1, 2, 3, 4, 5 and b is equal to x, y, w, z, then how many functions from a to b? a യിൽ നിന്ന് ബിയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടാവും? how many functions from a to b? എത്ര ഉണ്ടാവും ഇവിടെ? എത്ര ഉണ്ടാവും? here a has, number of elements of a has 5 elements അല്ലേ? number of elements of b of 4 elements അല്ലേ? then there are order of b raised to order of a is equal to 4 raised to 5 functions from a to b. ശരിയല്ലേ? Next, 1-to-1 functions. 1-to-1 functions. 1-to-1 functions എന്ന് പറയുന്ന മറ്റൊരു പേര് ഇൻജെക്റ്റീവ് ഫങ്ഷൻസ്. ഇൻജെക്റ്റീവ് ഫങ്ഷൻസ്. 1-to-1 functions അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫങ്ഷൻസ്. a function f from capital A to capital B is called 1-to-1.
is called one-to-one function if each element of B if distinct elements of A have distinct images. If distinct elements of A have distinct images. Distinct elements of A have distinct images. Distinct elements of A have distinct images. ബിയിലെ എയിലെ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിന് ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് A1ഉം A2ഉം A1 not equal to A2 in A implies f of A1ഉം f of A2 not equal ആയിരിക്കും. A1 A2ഉം എയിലെ രണ്ട് എന്തായാലും A1 A2 എയിലെ എലമെന്റ്സ് ആണെങ്കിൽ f of A1 f of A2 ഉണ്ടായാലേ ഫംഗ്ഷൻ ആവുള്ളൂ. A1 A2 ഡിഫറെന്റ് ആണെങ്കിൽ f of A1 f of A2 ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ A have distinct images in B. ശരിയല്ലേ? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. നമ്മളിത് പറഞ്ഞിരിക്കുന്ന കോൺട്രാപോസിറ്റീവ് ആണ്. കണ്ടായിരുന്നു? ഇതിന്റെ കോൺട്രാപോസിഷൻ എന്താ? ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ഇൻ എ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇൻ ബി ആണെങ്കിൽ ഇത് തിരിച്ചു പറയാലോ. എഫ് ഓഫ് എ ഇവിടെ A1 നോട്ട് ഈക്വൽ ടു A1 നോട്ട് ഈക്വൽ ടു A2 ഇംപ്ലൈസ് എഫ് ഓഫ് A1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് A2 അല്ലേ? ഇതിനെ തിരിച്ചു പറഞ്ഞാലോ? ഇതിന്റെ കോൺട്രാപോസിറ്റീവ് പറഞ്ഞാൽ എഫ് ഓഫ് A1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് A2 ഇംപ്ലൈസ് A1 ഇസ് ഈക്വൽ ടു A2 എന്നാണ് അല്ലെ? അങ്ങനെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് F from A to B is 1-to-1 if and only if IFF if and only if for all A1 comma A2 in capital A f of A1 equal to f of A2 implies A1 is equal to A2. f of A1 ഉം f of A2 ഉം സെയിം ആണെങ്കിൽ A1 ഉം A2 ഉം സെയിം ആയിരിക്കും. So A is equal to 1, 2, 3. B is equal to UV WX. F is equal to ഫംഗ്ഷൻ എടുക്കുകയാണ് 1U 2W 3X. ഇതൊരു F1 എന്നൊരു ഫംഗ്ഷൻ. F2 1U 2W 3U. F3 1X 2X 3V. F4 1U 3X 2V. നോക്കിയേ, ഇവിടെ നോക്കിയേ, 1ന്റെ ഇമേജ് 2ന്റെ ഇമേജ് 3ന്റെ ഇമേജ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? അപ്പൊ ഇത് ഈസ് 1-1 ഫംഗ്ഷൻ ആണ്. ഇതാണെങ്കിൽ 1ന്റെ ഇമേജ് U ആണ്, 3ന്റെ ഇമേജ് U ആണ്. അപ്പൊ ഈസ് നോട്ട് 1-1 അല്ലേ? ഈസ് നോട്ട് എ 1-1 ഫംഗ്ഷൻ, ഈസ് നോട്ട് എ 1-to-1 ഫംഗ്ഷൻ. ഇവിടെ നോക്കിയേ, 1ന്റെ ഇമേജ് X ആണ്, 2ന്റെ ഇമേജ് X ആണ്. അപ്പൊ ഇതെന്തല്ല? 1-1 അല്ല. ഇവിടെ 1ന്റെ ഇമേജ് U, 3ന്റെ ഇമേജ് X, 2ന്റെ ഇത് 1-1 ആണ് അല്ലേ? ഒരു എക്സാമ്പിളുകൾ ശ്രദ്ധിക്കാം.
പിന്നെ ഒരു പ്രശ്നം, ഞാനിവിടെ എലമെന്റ്സിന്റെ എണ്ണം 2 യുവും ബിയും മാത്രം എടുത്താലേ ബിയിലെ എലമെന്റ്സുകളുടെ എണ്ണം 2ഉം എയിലെ എലമെന്റ്സുകളുടെ എണ്ണം 3ഉം എടുത്താൽ എനിക്ക് 1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും കോഡൊമൈൻ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം ഡൊമൈൻ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണത്തെക്കാൾ കൂടിയിരിക്കണം അല്ലെ? അതൊരു നോട്ടായിട്ട് വെക്കണം. If f from A to B is 1 to 1, if f from A to B is 1 to 1, if from A to B is 1 to 1, അല്ലെങ്കിൽ 1 1 എന്ന് പറയും സിമ്പിൾ ആയിട്ട്, 1 to 1, comma with A, B finite ആണെങ്കിൽ we must have number of elements of codomain sets. Number of elements of B is greater than or equal to number of elements of A. So consider f from R to R by real numbers in real numbers like fx is equal to 3x plus 7 എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു for all x in R. 3x plus 7 എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് 1 1 ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ കാര്യം അപ്ലൈ ചെയ്താൽ മതി, ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതി. ഏതാ? f from A to B is 1 to 1 if and only for all f of A1 equal to f of A2 ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. എപ്പോഴും f of A1 is equal to f of A2 എന്ന് എടുത്തിട്ട് A1 is equal to A2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഫംഗ്ഷൻ 1 1 ആണ്. അപ്പോൾ സപ്പോസ് f of x1 is equal to f of x2 where x1 x2 അടുത്ത എലമെന്റ് ഡൊമൈൻ റിയലിലെ നമ്പേഴ്സ് ആണ് അല്ലേ? f of x1 f of x 3x plus 7 ആണെങ്കിൽ f of x1 3x1 plus 7 ആണ്. f of x2 3x2 plus 7 ആണ്. 7 7 രണ്ട് സൈഡ് കട്ട് ചെയ്യാലോ. അപ്പോൾ 3x1 is equal to 3x2, 3യും കട്ട് ചെയ്യാലോ, x1 is equal to x2. അപ്പോൾ f of x1 is equal to f of x2 എന്ന് എടുത്തിട്ട് x1 is equal to x2 എന്ന് പ്രൂവ് ചെയ്തല്ലോ. hence f is 1 1. Hence f is a 1 to 1 function. For distinct elements in distinct images ആണെങ്കിൽ function 1 1 ആണ്. മറ്റൊരു എക്സാമ്പിൾ, so consider f from R to R defined by fx is equal to x square. Fx is equal to x square. Then what is f of 1? 1 ആണ്. What is f of minus 1? f of 1 1 square 1 ആണ്. f of minus 1 square 1 അല്ലേ? 1ഉം minus 1ഉം നോട്ട് ഈക്വൽ ആണ്. പക്ഷേ നമുക്കിവിടെ എന്ത് കിട്ടി? f of 1ഉം f of minus 1ഉം സെയിം ആണെന്ന് കിട്ടി. ശരിയല്ലേ? f1ഉം minus 1ഉം നോട്ട് ഈക്വൽ, പക്ഷെ f of 1ഉം f of minus 1ഉം സെയിം ആണെന്ന് കിട്ടി. ഹെൻസ് f എന്തല്ല? f is not a bijective function, not an injective function, not 1 to 1. 1 to 1 function അല്ല അല്ലേ? Consider f from R to R defined by f of x is equal to x raised to 4 minus x. ഇവിടെ നോക്കിയേ, then what is f of 0? f of 0 1 അല്ലേ? and what is f of 1? അതും 1 minus 1 0 അല്ലേ? അപ്പോൾ ഇവിടെ എന്തല്ല?
സീറോയും വണ്ണും സെയിം അല്ല, പക്ഷേ അവയുടെ ഇമേജസ് സെയിം ആയി. എഫ് ഓഫ് സീറോ ഈക്വൽ ടു എഫ് ഓഫ് വൺ ആയി. ഹെൻസ് എഫ് ഈസ് നോട്ട് 1 1 അല്ലേ? എഫ് എന്തല്ല, 1 to 1 ഫംഗ്ഷൻ അല്ല, നോട്ട് 1 to 1. So ഒരു റിസൾട്ട് ആയിട്ട് if capital set A is equal to m elements and set B n elements ഉണ്ടെങ്കിൽ then A യിൽ നിന്ന് B യിലേക്ക് എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? n raised to m ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ? then there are എത്ര 1 1 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ there are n factorial by n minus m factorial, അതായത് pnm 1 to 1 functions. Then there are n factorial by n minus m factorial 1 to 1 functions from A to B. Capital A യിൽ നിന്ന് capital B യിലേക്ക് n factorial by n minus m factorial bijective 1 1 functions ഉണ്ട്. So let A is equal to set 1 2 3 4. B is equal to set U V W. Then the number of elements of A 4 ആണ്, number of elements of B 3 ആണ്. Here number of 1 1 functions, number of 1 to 1 functions, number of 1 to 1 functions from A to B, number of 1 to 1 functions from A to B is എത്രയാ? ഇവിടെ n factorial. ഇവിടെ ആരാണ് n? B ആണ് n അല്ലേ? B എലമെന്റ്സ് ആണ് n, ഇത് m ആണ്. അപ്പോൾ n factorial by n minus m factorial. ശ്രദ്ധിക്കണം, ഇവിടെ 1 1 ഫംഗ്ഷൻ ഉണ്ടാവില്ല, കാരണം B യിലെ എലമെന്റ്സുകളുടെ എണ്ണം A യിലെ എലമെന്റ്സിനേക്കാൾ കൂടിയിരിക്കണം. ഞാനിവിടെ W എക്സും വൈയും കൂടി എടുത്തു, എന്നാലേ നമുക്ക് ശരിയാവുള്ളൂ. എന്നാൽ ഇവിടെ B യിൽ 5 എലമെന്റ്സ് ആവും അല്ലെ? കോഡൊമൈൻ സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം ഡൊമൈൻ സെറ്റിലെ എലമെന്റ്സ് എണ്ണത്തെക്കാൾ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ കൂടിയിരിക്കും. ഇവിടെ 5 factorial by 4 minus 5 minus 4 factorial. 5 factorial divided by 4 minus 5 minus 4 1 factorial. അപ്പോൾ 5 factorial is equal to 5 into 4 into 3 into 2 into 1 അല്ലേ? 120 functions, 120 1 to 1 functions ഉണ്ട്. മൊത്തം ഫംഗ്ഷൻസിന്റെ എണ്ണം 5 raised to 4, 5 into 5 into 5 into 5 into 5 അല്ലേ? 3000 സംതിങ് ഫംഗ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ 120 ഫംഗ്ഷൻസ് മാത്രമേ 1 to 1 ഫംഗ്ഷൻസ് ആയിട്ടുള്ളൂ ആണല്ലോ. 1 to 1 ഫംഗ്ഷൻസ് ആയിട്ടുള്ളൂ.